നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ 7 ഓട്ടോറിക്ഷകൾ ഇടിച്ചു തകർത്തു. 3 പേർക്ക് പരിക്ക്. മൃഗസംരക്ഷണ വകുപ്പും മതിലകം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചെറുകിട കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ 7 ഓട്ടോറിക്ഷകൾ ഇടിച്ചു തകർത്തു. 3 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർമാരായ തളിക്കുളം സ്വദേശികളായ കറുപ്പം വീട്ടിൽ സലീം, പണിക്ക വീട്ടിൽ ഹംസ, പോക്കാക്കില്ലത്ത് നജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സലീമിനെയും ഹംസയെയും തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും നജീബിനെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ദേശീയപാത 17 തളിക്കുളം സെന്ററിൽ ശനിയാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് അപകടം. തൃപ്രയാർ ഭാഗത്ത് നിന്ന് അമിത വേഗതയിൽ എത്തിയ കാർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 7 ഓട്ടോയും തകർന്നു. വാടാനപ്പള്ളി സ്വദേശി ഡോക്ടർ അനുരാഗായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഇയാൾക്ക് നിസ്സാര പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മൃഗസംരക്ഷണ വകുപ്പും മതിലകം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം സംഘടിപ്പിച്ചു. മതിലകം വെറ്ററിനറി ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പശുവിനെ വാങ്ങിക്കാൻ, തൊഴുത്തുണ്ടാക്കാൻ, ചില്ലിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ ഒക്കെ സംഘങ്ങൾക്കൊക്കെ പണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ ക്ഷീര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി ഒരു ദിവസം 125ആയിരുന്നു, 150ആയി, 164ആയി, ഇപ്പൊ 180ആയി. ഈ പാർലമെന്റ് സമ്മേളനം കഴിയുന്നതോടുകൂടി 200 ആക്കി ഞങ്ങൾ പിടിച്ച് ഇതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 200 വരെ കിട്ടിയാൽ, അപ്പോ ഈ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഈ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇതിലുകൂടി പങ്കാളിയാകാനുള്ള അവസരമുണ്ടായാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മറ്റൊരു വരുമാനം കൂടി വരുമ്പോഴാണ് അവർക്കത് ഒന്ന് നിവർന്നു നിന്ന് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് പശുവിനെ കറന്ന് ഉപജീവനം നടത്തുന്ന ക്ഷീരകർഷകരെ കൂടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ എല്ലാ MP-മാരും മന്ത്രിയെ കണ്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. കാരണം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷയായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സനിൽ G. ചീരൻ പദ്ധതി വിശദീകരണം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുലൈഖ സുലൈമാൻ, വാർഡംഗം TS ദാസൻ, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സാജിൻ ജോർജ്, ഡോക്ടർ ബീന, ഡോക്ടർ US രാമചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭാ സംഗമം ഗവൺമെന്റ് UP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾ പുറത്തേക്ക് പോയാൽ മാത്രമാണ് രക്ഷിതാക്കൾക്ക് വിഷമം. പക്ഷെ ഇപ്പൊ ആൺകുട്ടികളും പുറത്തേക്ക് പോയാൽ അവർ തിരിച്ചു വരുന്നത് വരെ അമ്മമാരുടെ നെഞ്ചിൽ തീയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം മദ്യം, മയക്കുമരുന്നിന്റെ ആളുകൾ ശരിക്കും ഒരു നീരാളികളെ പോലെ നമ്മുടെ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങുന്നു എന്ന് തന്നെയാണ്. അപ്പൊ അതിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ തന്നെ റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, ഇതൊക്കെ പറയുന്നതിന് നമ്മുടെ ഞാനവിടെ DYSP ഇവിടെ വരും. അദ്ദേഹം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഈ വർഷം നിങ്ങൾ വിദ്യാലയത്തിൽ എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വാർഡംഗങ്ങളായ ഉഷ പ്രകാശൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, നിർമ്മല പീതാംബരൻ, ബിന്ദു രജിശങ്കർ, CDS ചെയർപേഴ്സൺ പ്രീതി ഹരിദാസ്, ഹേമ രാജ്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ CI M. സുരേന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. UAE കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷന്റെയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൂരിക്കുഴി 18 മുറി AMUP സ്കൂളിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാരണം ചികിത്സ വലിയ ചിലവേറിയ കാര്യമാണ്. ഇതിപ്പോൾ എന്നെ മെഡിക്കൽ കോളേജിലാണ് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ മരുന്ന് കിട്ടാനുള്ള സാധ്യതകളൊന്നും. ജനങ്ങളെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടി വരുന്ന പണച്ചെലവ് സാധനം പറ്റുന്നതാണ്.
ക്യാൻസറിനാണെങ്കിലും കിഡ്നി രോഗത്തിനാണെങ്കിലും ഹൃദയരോഗത്തിനാണെങ്കിലും തലച്ചോറ് സംബന്ധമായ രോഗത്തിനാണെങ്കിലും അങ്ങനെ ഏത് രോഗം വന്നാലും ചികിത്സ ചെയ്യുക എന്ന് പറയുന്നത് ചെലവറിയാത്ത കാര്യമാണ്. അത് പണക്കാരാണെങ്കിലും. സംഘാടക സമിതി ചെയർമാൻ PM ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KK അഫ്സൽ, MD ജയൻ, PS മുഹമ്മദ്, PMS ആബ്ദീൻ, PM അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ കലാജാഥയ്ക്ക് കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. കയ്പമംഗലത്ത് നടന്ന സ്വീകരണ സമ്മേളനം പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി അധ്യക്ഷനായി. നമുക്ക് സ്വീകരിച്ചു പോകുന്നെങ്കിൽ എന്തുണ്ടാവുള്ളൂ, നമ്മള് ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ. മാത്രമല്ല ഊർജം ഒരളവോളം തന്നെ നമുക്ക് അതിന് ചെലവ് വരുന്നത് കുറച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഊർജ സംരക്ഷണത്തിന്റെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ CFL ബൾബുകളായിട്ട് നമ്മളിപ്പോ വീട്ടിലെ ഏതെങ്കിലും മറ്റു ബൾബുകളൊക്കെ ഉണ്ടെങ്കിൽ 100 വാട്ട്സിന്റെ ബൾബ് 5 മണിക്കൂർ ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റ് കറണ്ട് ആകും എന്നുള്ളതാണ്. CDS ചെയർപേഴ്സൺ ശോഭന സുധാകരൻ, വാർഡംഗങ്ങളായ അനിത ബാബു, CS ജോഷി, PM അബ്ദുൾ മജീദ്, ഖദീജ പുതിയ വീട്ടിൽ, മണി ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലയിലെ വിവിധ കുടുംബശ്രീ CDS അംഗങ്ങൾ അവതരിപ്പിച്ച ഊർജ്ജശ്രീ എന്ന നാടകം അരങ്ങേറി. ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അനസ്തേഷ്യ ഡോക്ടർ ശ്യാംകുമാറിനെതിരെ അന്വേഷണം നടത്താനാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. കയ്പമംഗലം സ്വദേശി രാമചന്ദ്രൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഉത്തരവ്. രാമചന്ദ്രന്റെ ഭാര്യയുടെ ശസ്ത്രക്രിയ നടത്തുന്നതിനായി അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പരാതി. ഇതേ തുടർന്ന് മെഡിക്കൽ അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയ്ക്കായി ശ്യാംകുമാർ ഇതുവരെ നടത്തിയ 1639 അനസ്തേഷ്യകളിലും അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് V സജിത്ത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. 13 വർഷത്തിന് ശേഷം പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. പെരിഞ്ഞനം സ്വദേശി പള്ളിപ്പാടത്ത് ജബ്ബാറാണ് 13 വർഷത്തിന് ശേഷം പിടിയിലായത്. 2000-ൽ ഇരിങ്ങാലക്കുടയിലെ നിഷ ജ്വല്ലറിയിൽ നിന്ന് 37 പവൻ സ്വർണം വാങ്ങി വണ്ടിച്ചെക്ക് കൊടുത്ത് കബളിപ്പിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ ഏർവാടി എന്ന സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു ജബ്ബാർ. മതിലകം പോലീസ് സ്റ്റേഷനിൽ വിസ തട്ടിപ്പ് കേസ് നിലവിലുണ്ട്. SP PH അഷറഫിന്റെ നിർദ്ദേശപ്രകാരം കോമ്പിംഗ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ CI TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PC സുനിൽ, NK അനിൽകുമാർ, TD അനിൽ, റോയ് പൗലോസ്, ഷെഫീർ ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരിഞ്ഞനത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ യന്ത്രത്തിൽ കൈക്കുടുങ്ങി ജീവനക്കാരന്റെ വിരൽ അറ്റു. സെന്ററിന് തെക്ക് ഭാഗത്തെ ബ്രൈറ്റ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ പെരിഞ്ഞനം സ്വദേശി പുതുമടം വീട്ടിൽ സുരേന്ദ്രനാണ് അപകടത്തിൽപ്പെട്ടത്. ലെയ്ത്ത് വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് ഇത്. യന്ത്രത്തിൽ കുടുങ്ങി വലതു കൈയിലെ തള്ളവിരൽ അറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ മോഡേണിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഇനിയൊരു ഇടവേള.